36 മണിക്കൂർ നീളുന്ന പൂരാവേശത്തിന് തിരികൊളുത്തി കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് വടക്കുന്നാഥനിലെത്തി മടങ്ങി. ഇതോടെ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ആരംഭിച്ചു. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിനും പാറമേക്കാവിന്റെ എലിഞ്ഞിത്തറ മേളത്തിനും ശേഷം തെക്കോട്ടിറക്കവും കുടമാറ്റവും നടക്കും. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നുണ്ട്. സമീർ, എങ്ങനെയാണ് ഇന്നത്തെ പൂരത്തിന്റെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? സൗമ്യ, പൂരത്തിന്റെ ആവേശത്തിലേക്ക് തൃശ്ശൂർ എത്തിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണിമംഗലം ശാസ്താവിന്റെ വരവോടുകൂടെയാണ് ചെറുപൂരങ്ങളുടെ വരവ് ആരംഭിച്ചത്. ഇപ്പോൾ 8 ചെറുപൂരങ്ങളുടെ വരവ് ഇപ്പോൾ തുടരുകയാണ്. ഇതിനുശേഷം 11:30 കൂടെയായിരിക്കും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് ആരംഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഞ്ചവാദ്യ മേളം തന്നെയാണ്. ഈ പഞ്ചവാദ്യ മേളത്തിന്റെ അകമ്പടിയുടെ ആയിരിക്കും തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളത്ത് നടക്കുക. അതിനുശേഷമായിരിക്കും പാറമേക്കാവിൻ്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പാണ്ടി മേളത്തോടു കൂടെ തന്നെയുള്ള പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് എല്ലാ അർത്ഥത്തിലും ഒരു വലിയ ഒരു ആവേശത്തിലേക്ക് എത്തുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സംഭവമാണ് ഇലഞ്ഞിത്തറ മേളം. ഇലഞ്ഞിത്തറ മേളം നമുക്കറിയാം, എല്ലാവരും മലയാളികളെന്നില്ല, ലോകത്തിലെ എല്ലാ പൂരപ്രേമികൾക്കും ഒരുപോലെ താളം പിടിക്കുന്ന ഒരു സംഭവമാണത്. അത് ചരിത്ര സംഭവമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തന്നെ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുമുണ്ട്. എന്തായാലും അതിൽ ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളത്തിലെ സഹപ്രമാണിയും കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ പൊതുവേദികളിലും പ്രമാണിയുമായിട്ടുള്ള പെരുവനം സതീശന്മാരാർ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്കിപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. നമസ്കാരം. എങ്ങനെയാണ് ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ മേളത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? എല്ലാ ഒരുക്കങ്ങളുമായി പാറമേക്കാവിൽ ഇനി സമയാവ് ഉണ്ട്. 12 മണിക്ക് ശേഷം ഭഗവതിയെ പാണി കൊട്ടി ചെമ്പട കൊട്ടിയിറക്കി ചെമ്പടയോടുകൂടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കിഴക്കേ ഗോപുരത്തിന് പുറത്ത് കിടന്നാൽ ചെമ്പട 2 കാലം കൊട്ടി, അത് കഷ്ടി 1 മണിക്കൂറോളം ചെമ്പട തന്നെ ഉണ്ടാവും. 2 കാലം കൊട്ടി കലശിച്ച് പാണ്ടി കൊലുമ്പൽ തുടങ്ങി അതൊരു 25-30 കഷ്ടി അരമണിക്കൂറോളം അത് കഴിഞ്ഞ് അതിന് ശേഷം 20-25 മിനിറ്റ് ഉണ്ടോ പാണ്ടിക്കൊലുമ്പ്. അതിനുശേഷം ഒരു കലാശം പാണ്ടി കൊട്ടിയതിന് ശേഷമാണ് പാറമേക്കാവിലെ പടിഞ്ഞാറ ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് നീങ്ങുള്ളൂ. അവിടെ നിന്ന് അങ്ങനെ കിഴക്കേ ഗോപുരം കടന്ന് 2-3 കലാശം, കിഴക്കേ ഗോപുരം കടന്നൊരു കലാശം, തെക്കേ നടക്കൊരു കലാശം കഴിഞ്ഞ് ഇലഞ്ഞിത്തോട്ടിലേക്ക് എത്തും. 2:30 പാണ്ടിയുടെ 2ാം ഘട്ടമായ തുറന്നു പിടിക്കൽ ആരംഭിക്കും. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ 3-4 ഘട്ടങ്ങളുണ്ട്. തകർന്ന മുട്ടുമ്പകേറ്റിയ കലാശം, അതേമാതിരി പാണ്ടി കുഴമറിഞ്ഞ കലാശം. ഇതൊക്കെ കഴിഞ്ഞ് 4:30 ഇലഞ്ഞിത്തറ മേളം കലാശിക്കും. ഇതാണ്. ഇനിയിപ്പോൾ എന്താ, അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് ഇന്നത്തെ ഈ മേളത്തിൽ പങ്കെടുക്കുന്നത്? ഈ വർഷം ഇപ്പോൾ 19ാമത്തെ വർഷമാണ്. പെരുവനം കുട്ടന്മാരാണ് പ്രമാണി. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് വലത്തെ ഭാഗത്ത് ഞാനാണ് നിൽക്കുന്നത്, ഇടത്തെ ഭാഗത്ത് കേളത്തര ദാസന്മാരാണ്. കുറുങ്കോഴിൽ കീഴുട്ട് നന്ദനൻ, കൊമ്പൽ മച്ചാട് രാമകൃഷ്ണൻ നായർ, ഇലത്താളത്തിൽ ചേർപ്പ് നന്ദനാണ്, വലന്തലയിൽ ഇത്തവണ പോറാത്ത ചന്ദ്രശേഖരന്മാരാണ്. ഇങ്ങനെയുള്ള പ്രമാണിമാരും അത് 250-ൽ പരം, അതിലും മേലെ ഉണ്ടാവും. ഇത്രയൊരു മേളസംഘം വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഇത്ര മനോഹരമായ ഈ തൃശ്ശൂർ പട്ടണത്തിൽ വടക്കുന്നാഥനെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഇരുവിഭാഗങ്ങളും വളരെ മത്സരബുദ്ധിയോടെ കാഴ്ചവെക്കുന്ന ഈ പൂരപ്രപഞ്ചം എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം കേരളത്തിലെ ഒട്ടുമിക്ക ഗജകേസരികളും നല്ലകളും അതുപോലെ തന്നെ കേരളത്തിലെ പഞ്ചവാദ്യത്തിലും മേളത്തിലും മികച്ച ഒരു കലാകാരന്മാരും വിട്ടുപോകില്ല തൃശ്ശൂർ പൂരത്തിൽ നിന്ന്. അത്രയധികം കലാകാരന്മാരുടെ ഒരു മേളപ്രപഞ്ചം അല്ലെങ്കിൽ താള പ്രപഞ്ചം ഇവിടെ സൃഷ്ടിക്കുന്നത്, അത് കാണാനും കേൾക്കാനും ആസ്വദിക്കാനുമൊക്കെ ലോകമെമ്പാടുമുള്ള മലയാളികളും മേളാസ്വാദകരും കലാകാരന്മാരെ സ്നേഹിക്കുന്നവരും എല്ലാവരും ഒത്തുകൂടുന്ന ഈ ദിവസം കേരളത്തിൽ എവിടെയും ഉണ്ടാകാത്തൊരു വാദ്യവിശേഷമാണ് പൊടിപൂരം. പൊടിപൂരം എന്ന് പറയുന്ന പോലെ വേറെ എവിടെയും പറയാൻ പറ്റില്ല, തൃശ്ശൂർ പൂരം മാത്രമേ പറയാൻ പറ്റൂ. അപ്പം അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞതിൽ ഈ പൂരത്തിനെ പറ്റി വർണ്ണിക്കാൻ ഒന്നുമില്ല. ഏതേതാ മേലെ ചില കുടമാറ്റമാണോ ചോദിച്ചാൽ അതാണ് ഗംഭീരം. ഇലഞ്ഞിത്തറ മേളമാണോ ചോദിച്ചാൽ അതാണ് ഗംഭീരം. മഠത്തിൽ വരവല്ല പഞ്ചവാദ്യം ആണോ ചോദിച്ചാൽ അതാണ് കേമം. ആനച്ചമയങ്ങളും ഇത്രയധികം എല്ലാ വിഭാഗത്തിലുള്ള കലാകാരന്മാർ ഒത്തുകൂടുന്ന ഒരു സംഭവം കേരളത്തിൽ, ലോകത്തിൽ തന്നെ എവിടെയും കാണാൻ പറ്റില്ല. ഇത് എവിടെ നടത്തിയാലും തൃശ്ശൂർ പൂരമാവില്ല. അതാണ് ഇനി ഒരു പ്രത്യേകത. തൃശ്ശൂർ പൂരം എവിടെ നമ്മൾ തൃശ്ശൂർ പൂരമായിട്ട് നടത്തിയാലും തൃശ്ശൂർ പൂരാവില്ല.
പലരും മോഹമുണ്ട് തൃശ്ശൂർ പൂരം നമുക്ക് പല ജില്ലകളിലും പല സ്ഥലത്തും നടത്തണം. പക്ഷേ അത് അവരുടെ ആ മോഹം വളരെ നല്ല മനസ്സിന് അവർ വളരെയധികം അവർക്ക് അങ്ങനെ തോന്നുന്നൊരു സന്തോഷമാണ്. പക്ഷേ തൃശ്ശൂർ പൂരമാകുമ്പോൾ പെരുവനാറട്ടപ്പൂരം വേറൊരു സ്ഥലത്ത് തട്ടിയാൽ പെരുവനാറട്ടപ്പൂരം ആവില്ല. അതുപോലെ തന്നെ മേളം, അത് ഇലഞ്ഞിത്തറ മേളം വേറൊരു സ്ഥലത്ത് തട്ടിയാൽ ഇലഞ്ഞിത്തറ മേളം ആവില്ല. പഞ്ചവാദ്യം അതുപോലെ തന്നെ മഠത്തിൽ വരവിൽ പഞ്ചവാദ്യം തൃശ്ശൂർ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിന് മാത്രമേ ആവുള്ളൂ. അപ്പോൾ ഇതാണ് കുടമാറ്റം, വേറെ സ്ഥലത്ത് കുടമാറ്റാവില്ല. അപ്പോൾ അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത. അതാണ് ഇത് വേറൊരു സ്ഥലത്ത് ഈ സംഭവം നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത. അവിടെയാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ മഹത്വം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ഇന്നത്തെ ദിവസം ലോകത്തിലെല്ലാവരും ഒരേപോലെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുള്ള തൃശ്ശൂർ പൂരം എങ്ങനെ കാണണം, തൃശ്ശൂർ പോയിട്ട് കാണാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ അവർക്ക് എല്ലാവർക്കും ഉണ്ടെന്നറിയാം. അതുപോലെ തന്നെ TV ഉള്ളത്, മാധ്യമങ്ങളും TV ഇതുപോലെയുള്ള ഉണ്ട്, അവരുടെ ആ പങ്ക് വളരെ പ്രശംസനീയമാണ്. കലാകാരന്മാരോടും എല്ലാവരോടും അവർ കാണിക്കുന്ന ഈ സ്നേഹം എത്രയായാലും കലാകാരന്മാർക്കൊരു ഉത്തേജനമാണ്, അവർക്ക് വളരെ പ്രോത്സാഹനമാണ്. ഇതാണ് ഞങ്ങൾ കലാകാരൻ എല്ലാവരുടെയും ഉയർച്ചയ്ക്ക് നിദാനം. എന്തായാലും ഈ വേളയിൽ ഈ കൈരളി ചാനലിൽ 2 വാക്ക് പറയാൻ സാധിച്ചാൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. വളരെ നന്ദി. നമസ്കാരം. ആദ്യഘട്ടത്തിൽ കുറേ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം തീർന്നിരിക്കുന്നു. വളരെ എല്ലാ ആഘോഷത്തോടൊക്കെ തന്നെ തിരിച്ചെത്തുന്നു. അത് ആശങ്ക ഇല്ല, ആശങ്ക ഉണ്ടെങ്കിൽ കാരണം കാലഘട്ടം മാറിയതനുസരിച്ച് ചില പ്രശ്നങ്ങളുടെ കാര്യം അത് എന്തായാലും ഇതുവരെ പൂരം മുടങ്ങിയിട്ടില്ല. അപ്പം പൂരം മുടങ്ങില്ല, അത് ഈശ്വരശക്തിയാണ്, വടക്കുന്നാഥൻ്റെ അനുഗ്രഹമാണ്. എങ്ങനെയെങ്കിലൊക്കെ ആ സമയത്ത് പല ആശങ്കകളും പല ഇതൊക്കെ നമുക്ക് പത്രത്തിൽ കൂടെയും പല രീതിയിലും നമുക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഉപവാസത്തിൽ പങ്കെടുത്തു, 6 ദിവസം ഉപവാസം ഉണ്ടായി. അപ്പോൾ ആ ഉപവാസത്തിൽ പങ്കെടുത്തു. പക്ഷേ എങ്കിലും കൂടി നമ്മൾ അതിൽ ഇടപെടാണ്ടിരുന്നാൽ കാര്യമില്ല. വളരെ ശക്തമായിട്ട് എതിർത്താൽ തന്നെ, അല്ലെങ്കിൽ പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ നടന്നേ പറ്റൂ, നടക്കും, നാളെയും നടക്കും, ഇതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് എല്ലാവർക്കും ആശ്വസിക്കാം. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രൗഢിയോടും അതിൻ്റെ എല്ലാ മികവോടും നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, നടക്കും. അതിന് നമ്മുടെ സർക്കാർ നമുക്ക് അനുകൂലമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സുനിലേട്ടൻ ഞാൻ എപ്പോൾ കണ്ടോളൂ, ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കേണ്ട സതീശനെ, എപ്പോൾ തന്നെ ഞാൻ അന്വേഷിച്ചുള്ളൂ എന്ന് പറഞ്ഞു, അടുത്ത പ്രമാണിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ആശംസിച്ചു. അപ്പം അദ്ദേഹം ഇത് ഒപ്പം തന്നെ ഉണ്ട്. ഇന്ന് കാലത്തോട്ട് അദ്ദേഹം ഇവിടെ ഉണ്ട്. ഞാൻ ഇത്രമേളം കഴിഞ്ഞാൽ അദ്ദേഹം അലിഞ്ഞോട്ടിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, കലാകാരന്മാരെയും കലകളെയും സ്നേഹിക്കുന്ന സുനിൽകുമാർ, രവീന്ദ്രൻ മാഷ്, അങ്ങനെ നമ്മുടെ പിണറായി വിജയൻ്റെ സർക്കാർ, അദ്ദേഹത്തിൻ്റെ എല്ലാ സഹകരണവും നമുക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ പിന്തുണ നമുക്കുണ്ട്. അതുകൊണ്ട് പൂരം എല്ലാ അർത്ഥത്തിലും നടക്കും, യാതൊരു സംശയവും വേണ്ട. എല്ലാ വർഷവും നടക്കും. എല്ലാവരും നമുക്ക് അനുകൂലമായ, എന്തുകൊണ്ടും അനുകൂലമായ സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഒട്ടും ആശങ്ക വേണ്ട. എല്ലാ വർഷവും പൂരം ഇതുപോലെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും ശക്തി വരട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി. സമീറാണ് വിവരങ്ങൾ നൽകിയത്. പൂരത്തിന്റെ വിശേഷങ്ങൾ, ഏതായാലും പൂര ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ സാംസ്കാരിക നഗരിയുള്ളത്. പൂരത്തിന്റെ വിശേഷങ്ങളുമായി സമീർ വഴങ്ങോട് ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സമീർ, ഇന്നത്തെ ദിവസത്തിന്റെ ആകർഷകം എന്തൊക്കെയാണ്? നമുക്കറിയാം, കാഴ്ച കൊണ്ടും ശബ്ദം കൊണ്ടുമാണ് പൂരം ഏറെ പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ മേളത്തിന്റെ പെരുമ, ഒപ്പം തന്നെ പൂരത്തിന്റെ മറ്റ് വർണ്ണാഭമായ കാഴ്ചകൾ, ഇന്നത്തെ ആകർഷകങ്ങൾ പ്രധാനമായും എന്തൊക്കെയായിരിക്കും? സോമി, ഏഷ്യയിലെ ഏറ്റവും വലിയ പൂരങ്ങളുടെ പൂരം എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു മൂഡിൽ തന്നെയാണ് തൃശ്ശൂരിലുള്ളവർ മാത്രമല്ല, മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട്. മാത്രമല്ല, വിദേശത്ത് നിരവധി രാജ്യങ്ങളിൽ നിന്നെത്തിയ നിരവധി പൂര പ്രേമികളും തൃശ്ശൂരിൽ എത്തിയിരിക്കുന്നു. തേക്കിൻകാട് മൈതാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാം, ഇന്ന് രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ വരവോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. 36 മണിക്കൂർ നീളുന്ന ആഘോഷ പരിപാടിയാണ് ഇപ്പോൾ. ചെറുപൂരങ്ങളുടെ വരവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 8 ചെറുപൂരങ്ങളുടെ വരവ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമായിരിക്കും 11:30 മഠത്തിൽ വരവ് ആരംഭിക്കുക. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഠത്തിൽ വരവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. ഇതിലാണ് പഞ്ചവാദ്യങ്ങളുടെ അകമ്പടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തിരുവമ്പാടി ഭഗവതിയെ എഴുന്നള്ളിക്കുമ്പോൾ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയിൽ കൂടെയാണ് ഈ എഴുന്നള്ളിപ്പ് നടക്കുക. അതിന് ശേഷമാണ് വടക്കുന്നാഥൻ്റെ മുന്നിലെത്തി വണങ്ങിയ ശേഷമായിരിക്കും പാറമേക്കാവിൻ്റെ പൂരം ആരംഭിക്കുന്നത്. 12:30 പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പൂരം ആരംഭിക്കുന്നത്. വളരെ ഏറെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളം തന്നെയാണ്. നേരത്തെ നമുക്കൊപ്പം ചേർന്ന പെരുവനം സതീശൻ മാരാർ പറഞ്ഞതുപോലെ തന്നെ ഏറെ
പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇലഞ്ഞിത്തറ മേളം തന്നെയാണ് ഈ പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്തോടു കൂടി നടക്കുന്ന ഈ ചടങ്ങിൻ്റെ പ്രത്യേകത. എന്തായാലും അതൊക്കെയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തന്നെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വെടിക്കെട്ട് തുടർന്ന് നടക്കുന്ന കുടമാറ്റവും തുടർന്ന് നടക്കുന്ന വെടിക്കെട്ടും നമുക്കറിയാം പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള വളരെ വലിയ വാശിയേറിയ ഒരു മത്സരമാണ് കുടമാറ്റത്തിലുള്ളത്. ഓരോ വർഷവും പുതിയ തരത്തിലുള്ള കുടകൾ അതിൻ്റെ നിറത്തിലും അത് ചേർക്കുന്ന മുത്തുകളുടെയും അതോടൊപ്പം തന്നെ വലുപ്പത്തിലും വിവിധ തട്ടുകളായും എല്ലാം തന്നെ അതിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഓരോ കുടയും നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വലിയ വാശിയേറിയ മത്സരം തന്നെയാണ് കുടമാറ്റം നടക്കുന്നത്. ഇത്തരത്തിൽ വലിയ ഒരു വാശിയേറിയ ഈ മത്സരബുദ്ധിയോട് കൂടെ തന്നെ ഈ ആഘോഷത്തെ കെങ്കേമമാക്കുകയാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. എന്തായാലും ശക്തമായിട്ടുള്ള ചൂട് തൃശ്ശൂരിലുണ്ട്. എന്നാലും അതിലേക്കൊന്നും അത്ര മാത്രം ചൂടാണെങ്കിൽ കൂടി ആരും തന്നെ ഈ ഭാഗത്ത് നിന്ന് വിട്ടു നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് നിരവധി പേര് നമുക്ക് പരിസരങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയും. ശക്തമായിട്ടുള്ള ചൂടിലും ഇപ്പോൾ ഇപ്പോൾ വിവിധ കച്ചവടക്കാരും ആയിട്ടുള്ള നിരവധി പേര് നമുക്കൊപ്പമുണ്ട്. അപ്പം നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് ചേട്ടാ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാണ് ഇവിടെ, വേർപ്പായിട്ട് നടന്നുകൂടാ. ഭയങ്കര ചൂടെന്ന് കഴിഞ്ഞ പോലത്തെ ഡബിൾ ചൂടായിപ്പോൾ. എന്നാലും പൂരാവശ്യത്തിനൊരു കുറവൊന്നുമില്ല. പൂരം ഭയങ്കരമല്ല ഇവിടെ. ഇവിടുത്തെ പൂരത്തിനെ പറ്റി ഇങ്ങനെ പറയാം. ഞാൻ ചെറുപ്പത്തിലേ വരുന്ന ആളാണ് ഇവിടെ. കച്ചവടത്തിന് വലിയ താല്പര്യം ഭഗവാൻ. ഭയങ്കര പൂര. ഇത്രയും പൂരം ഇന്ത്യയിലില്ല എന്നല്ല പറയാം. ഞാൻ ഇന്ത്യയിൽ പുറത്തെല്ലാം പോയ ആളാണ്. ഇത്രയും ശൈലി കണ്ടിട്ടില്ല. ആ ഭഗവാന്റെ ഒരു കളി ഭയങ്കര. ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവർ, ഉദ്യോഗം, ചെറുപ്പക്കാർ, കുട്ടികൾ, പല ജാതികളും, ഇന്ന ജാതി മതത്തിൽപ്പെടാത്ത എല്ലാവരും ഇവിടെ വരുന്നതാണ് ഭഗവാനാണ്. പക്ഷെ ഇതൊരു ഭയങ്കര ഒരു കലയാണ്. പക്ഷേ ഈ കലയ്ക്ക് എല്ലാവരും പങ്കെടുക്കണ്ടേന്ന് ഞാൻ ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറിയൊരു കലക്കാരനാണ്. ഇത് ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. 10 മക്കളുണ്ട്. ഇതുവരെ ഒരു വിഷമവുമില്ല. എന്തായാലും ശക്തമായിട്ടുള്ള ചൂട് ആണെങ്കിൽ കൂടി ആ ചൂടൊന്നും തന്നെ ആരെയും ഈ പൂരാവശ്യം തളർത്തുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മടത്തിൽ വരവ് അല്പസമയത്തിനും തന്നെ ആരംഭിക്കും. അതിന് ശേഷമായിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർ തിരുവമ്പാടി ഭഗവതിയെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതും തുടർന്ന് അവർ വടക്കുന്നാഥനെ വണങ്ങിയ ശേഷം പാറമേക്കാവുകാരുടെ പ്രധാനപ്പെട്ട പാറമേക്കാവ് ഭഗവതിയെ എഴുന്നള്ളുന്ന ചടങ്ങ് ആരംഭിക്കും. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷപരമായിട്ടുള്ള ഒരു നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ വലിയ ആശങ്കകൾ നിലനിന്നിരുന്നു. ഇതിൻ്റെ വെടിക്കെട്ടിനോടും അതോടൊപ്പം തന്നെ ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം അക്കാര്യത്തിലെല്ലാം തന്നെ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും തുടർന്ന് ഇതിനെല്ലാം തന്നെ അനുമതി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു ആഘോഷവും ആവേശവും എല്ലാം തന്നെ പൂര പ്രേമികൾക്ക് ഉണ്ട്. ലോകത്തിൽ തന്നെ അത്യപൂർവമായി നടക്കുന്ന ഈ ഒരു ആഘോഷം എവിടെ നിന്നാണെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് വരുന്നു. അതോടൊപ്പം തന്നെ ഈ ആഘോഷത്തിലേക്ക് ഭാഗമാവുന്നു. വളരെ മത്സരബുദ്ധിയോടുകൂടെ തന്നെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഈ ഓരോ ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഒത്തുചേർന്നുകൊണ്ട് എല്ലാവരും ആ ഒരു താളം പിടിച്ചുകൊണ്ട് ഈ ആഘോഷത്തിൻ്റെ ഭാഗമാവുന്നു, പൂരത്തിൻ്റെ ഭാഗമാവുന്നു. അങ്ങനെ ഈ ഒരു ആഘോഷം കെങ്കേമമായി തന്നെ നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നേരത്തെ തന്നെ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെടിക്കെട്ടിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിക്കൊണ്ട് നമുക്കറിയാം ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ 3500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിവിധ ഇടങ്ങളിലായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. തൃശ്ശൂർ റേഞ്ച് IG MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം നടക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഈ ചെറുപൂരങ്ങളുടെ വരവ് പുരോഗമിക്കുകയാണ്. ഈ ചെറുപൂരങ്ങളുടെ വരവ് അവസാനിക്കുന്നതോടുകൂടിയായിരിക്കും തിരുവമ്പാടി ഭഗവതിയെ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്. അതിനുശേഷം പാറമേക്കാവ് ഭഗവതിയെ എഴുന്നള്ളുന്ന ചടങ്ങ് ആരംഭിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് ഇരു വിഭാഗവും മുഖാമുഖം നിന്നുകൊണ്ട് ഇരു ഭഗവതികളും മുഖാമുഖം കാണുന്ന ഒരു അപൂർവ നിമിഷമാണ് ഈ കുടമാറ്റ ചടങ്ങ്. ആ ഒരു ചടങ്ങിലേക്കായിരിക്കും പിന്നീട് പോവുക. തുടർന്നാണ് ഗംഭീരമായിട്ടുള്ള പുലർച്ചയോടുകൂടെ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് നടക്കും. എന്തായാലും ആശങ്കകൾക്കൊന്നും തല്ല് ഇടമില്ല. മറ്റൊന്ന് ശക്തമായിട്ടുള്ള ചൂടിലും ഈ പൂരാവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. നിരവധി പേർ പൂര നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം വിവിധ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ പൂര പ്രേമികളുടെയും നേതൃത്വത്തിലുള്ള വിവിധ പരിപാടികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സന്നദ്ധ സംഘടനയുടെ ഏതാനും പ്രതിനിധികളാണ് നമുക്കൊപ്പം ഉള്ളത്. എന്താണ് എന്താ സംഭവം എന്താ ചെയ്യുന്നത്? BDK ബ്ലഡ് ഡൊണേറ്റ്സ് കേരളയുടെയാണ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ ഡാറ്റ കളക്ഷൻ
അതേയുള്ളൂ. പിന്നെ നമ്മൾ എന്താ പറയുക, ബ്ലഡിന് ആവശ്യമുള്ളവർ കോൺടാക്ട് കഴിഞ്ഞാൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഇതാണ്. ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ മറ്റൊരു പ്രതിനിധി. നമസ്കാരം, എൻ്റെ പേര് ശ്രീകാന്ത്. ഞങ്ങൾ ബ്ലഡ് ഡോണേഴ്സ് കേരള എന്നൊരു സംഘടനയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ തൃശ്ശൂരൊക്കെ നമുക്ക് ഈ സമയത്ത് രക്തത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളുകൾ അവധിയാണ്, ഭയങ്കര വെയിലാണ്. അത് കാരണം അപ്പോൾ നമ്മൾ രക്തം ദാനം ചെയ്യാൻ താല്പര്യമുള്ളവരെ കാത്ത് പൂരപ്പറമ്പിൽ വന്നേക്കാണ്. ഇത്തരത്തിൽ പൂര ആഘോഷത്തോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായുള്ള നിരവധി പേരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആഘോഷം, അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടെയാണ് ബ്ലഡ് ഡൊണേഷൻ്റെ ഏതാനും പേർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി പേരാണ് നമുക്ക് ഈ പൂര നഗരിയിൽ കാണാൻ കഴിയുന്നത്. ഇനി പൂരം അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് എത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവമ്പാടി ഭഗവതിയെ എഴുന്നള്ളുന്നതോടു കൂടിയായിരിക്കും. അതിനുശേഷം നമുക്ക് ഇപ്പോൾ മേളത്തിലേക്ക് പോയതിനു ശേഷം തിരിച്ചെത്താം. പൂരത്തിന്റെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ നമ്മളോട് വ്യക്തമാക്കാനായി തൃശ്ശൂർ ജില്ലാ കളക്ടർ എ കൗശികൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇക്കുറി പൂരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് തൃശ്ശൂർ നഗരത്തിൽ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഈ വർഷം നമുക്ക് സുരക്ഷയിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മളുടെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പെസോ പെർമിറ്റ് ചെയ്തിട്ടുള്ള അത്തരം ഐറ്റംസ് മാത്രമേ, അത്തരം സൈസിൽ മാത്രമേ നമ്മൾ ഇപ്രാവശ്യം അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ ഒരു 80% നമ്മളുടെ സുരക്ഷയെ ഉറപ്പുവരുത്തുന്നതാണ്. അതോടൊപ്പം നമ്മൾ ഇപ്രാവശ്യം ഫയർ ഹൈഡ്രൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതൊരു മുതൽക്കൂട്ടാണ് സുരക്ഷയ്ക്ക് മൊത്തത്തിൽ. ഈ പൂരത്തിന് മാത്രമല്ല, വരുന്ന എല്ലാ പൂരത്തിനും. അതുപോലെ തന്നെ ഈ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റും എന്തെങ്കിലും ഒരു ചെറിയ ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായാലും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാനുള്ള എന്നത്തേക്കുമുള്ള ഒരു അസറ്റായിട്ടാണ് നമ്മുടെ ഫയർ ഹൈഡ്രൻറ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഒപ്പം ഇപ്രാവശ്യം വെടിക്കെട്ടിന് പെസോ ഒരു കർശന നിർദ്ദേശമായിട്ട് വെച്ചത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ വ്യക്തമാക്കിയിട്ട് ഒന്ന് നമ്മളുടെ കയ്യിൽ പ്ലാൻ ചെയ്ത് ആ രീതിക്കൊന്ന് പ്ലാനിങ് വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഓൺസൈറ്റ് പ്ലാനും അതുപോലെ ഒരു ഓഫ് സൈറ്റ് പ്ലാനും തയ്യാറാക്കി നമ്മളിത് ഉദ്യോഗസ്ഥരോട് പങ്കുവെച്ച് അത് കൊളാബറേറ്റീവായിട്ട് വി ഹാവ് പ്രിപ്പയർഡ് എ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ. ഇതിൻ്റെ എസ്കേപ്പ് റൂട്ട്സ് എങ്ങനെയായിരിക്കും, എവിടെയാണ് നമ്മുടെ ഫയർ എൻജിൻസ് എവിടെ ഉണ്ടായിരിക്കും, ആംബുലൻസ് എവിടെ ഉണ്ടായിരിക്കും, മെഡിക്കൽ ടീം എവിടെ ഉണ്ടായിരിക്കും, എന്താണ് ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോട്ടോകോൾ, ഇതെല്ലാം കൂടി നമ്മൾ പരിശോധിച്ചെടുത്തിട്ടുണ്ട്. സോ വി ആർ തറലി പ്രിപ്പയർഡ്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് ആന എഴുന്നേൽപ്പ് സമയത്ത് ആനയുടെ ഫിറ്റ്നസ്സാണ്. ആനയുടെ ഫിറ്റ്നസ് ഇന്ന് പുലർച്ചെ വരെ അതിൻ്റെ ഫിറ്റ്നസ്സിൻ്റെ പരിശോധനകൾ ഉണ്ടായിരുന്നു. ഒരു 40 അംഗം പിന്നെ ഡോക്ടേഴ്സ് അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി നമ്മളെല്ലാം ചെക്ക്